കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൻ്റെ മതിലിടിഞ്ഞതെന്നും റോഡിന് 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടു നൽകാത്തവരാണ് സംഭവം വിവാദമാക്കുന്നതെന്നും CPIM നേതാക്കളായ നാസർ കൊളായി, AP മുജീബ് എന്നിവർ പറഞ്ഞു. കരാർ കമ്പനി എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾക്ക് ചില ശ്രമങ്ങൾ ചില ഭാഗത്ത് നടത്തുന്നു. ഇന്നലെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പെരുമഴ പെയ്തു, നല്ല കാറ്റ് അടിച്ചു, അതുകൊണ്ട് വെള്ളം കുത്തിയൊലിച്ചു വന്നു, ഇവിടെ കെട്ടിയെന്നു. സ്വാഭാവികമായി ഇവിടുന്ന് താഴോട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം തീരുമാനമാകാതെ കിടക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവർ തരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഈ ഭാഗത്തൂടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഇവിടെ നിറയെ വെള്ളം കെട്ടി നിന്ന സമയത്ത് ഇത് ഡ്രെയിനേജിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്യുന്നതിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും നാട്ടിൽ പോയപ്പോൾ ഇവിടെയും സ്വാഭാവികമായി 4 ദിവസം പണി നിലച്ചിരുന്നു. അതിന് ആ കോൺക്രീറ്റ് ചെയ്തില്ല. ആ കോൺക്രീറ്റ് ചെയ്യാത്തതുകൊണ്ടും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പെരുമഴ പെയ്ത് ഈ ചാല് നിറയെ വെള്ളമായപ്പോഴാണ് ഇടിഞ്ഞു വീണത്. പക്ഷെ ഇവിടെ വന്ന് ചിലർ കാറ്റത്ത് വീണ്, മൃദുവായ കാറ്റിൽ വീണ്, പിന്നെ ചെറിയ മഴയിൽ പെയ്ത് എന്നൊക്കെ പറയുന്നതിന് പിന്നിലുള്ള പ്രചോദനം ഈ റോഡിനെ എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളാണ് ഈ പ്രചരണം മുഴുവൻ നടത്തുന്നത്. ഇത് കബീർ എന്ന് പറഞ്ഞ സ്ഥലം തന്നതാണ്. പക്ഷേ ഹൈക്കോടതിയിൽ അദ്ദേഹം കേസ് കൊടുത്തുകൊണ്ട് ആ കേസ് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഹൈക്കോടതി മധ്യ വേനൽ അവധിക്ക് നിർത്തിവെച്ചത് കൊണ്ട് ആണ് അദ്ദേഹത്തിന് ഹൈക്കോടതി കേസ് പിൻവലിക്കാൻ പറ്റാത്തത്. അദ്ദേഹവും ഈ സ്ഥലം അവസാനം വിട്ട് തന്നെ വർക്ക് തുടങ്ങാനിരിക്കുമായിരുന്നു ഇന്നലെ. അപ്പോഴാണ് ആ വെള്ളം അങ്ങോട്ട് ആ ഡ്രെയിനേജിലേക്ക് പോകാനുള്ള നിറഞ്ഞു കവിഞ്ഞു വെള്ളം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇതിങ്ങനെ സംഭവിച്ചത്.